ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ മറ്റൊരു സെലിബ്രിറ്റികളുടെ ഫേവറേറ്റ് സെലിബ്രിറ്റി ആയിട്ടുള്ള പേളി മാണിയുടെ തനി നിറം പുറത്ത്, പേളി മാണിക്ക് ഇഷ്ടപ്പെട്ട നിറം പുറത്ത്, അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോവും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പേളി മാണി ബഹിരാകാശത്തോട്ടേക്ക് ചെറുതായിട്ട് ഒന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും ഗൈസ്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉദിച്ചു വന്ന ഒരു ഇഷ്യൂ ആണ്. അതിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കുറച്ച് സെലിബ്രിറ്റീസ്, അതിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരായിട്ടുള്ള പരസ്യമായിട്ട് അവരുടെ സപ്പോർട്ട് പ്രകടിപ്പിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് വിസ്മയ, ടൊവീനോ, രഞ്ജിനി ഹരിദാസ്, അങ്ങനെ കുറച്ച് ആൾക്കാർ, നമുക്ക് പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ വിസ്മയുടെയൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ്മയുടെ വളരെ അടുത്ത ഫാമിലി ഫ്രണ്ടായിട്ടുള്ള മേജർ രവി വന്നിട്ട് ഈ കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല, എവിടെയൊക്കെയോ കണ്ടിട്ടൊന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എന്തൊക്കെയോ വന്നിട്ട് ഇട്ടിരിക്കുകയാണ്, ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും ഈ കുട്ടിക്ക് അറിയില്ല എന്ന് വന്ന് മേജർ രവി പരസ്യമായിട്ട് വിസ്മയനെ നാറ്റിച്ചു. അതിനെക്കൊണ്ട് തിരിച്ചു പറയാനൊന്നും വിസ്മയ നിന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശേഷം ആ പോസ്റ്റ് മുക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് ഒന്നും പറയാനും വിസ്മയം നിന്നിട്ടില്ല. എന്തായാലും നമുക്ക് മോഡിജി ഇന്നലെ 12 മണിക്ക് ഈ ഒരു സംഭവത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എക്സിലൊക്കെ വീഡിയോ ഇട്ടതായിരുന്നു. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായി 12 മണിക്കാണ് ആ ഒരു കാര്യം പുള്ളി വന്നിട്ട് സംസാരിക്കുന്നുണ്ടായത്. അത് പലരും അറിഞ്ഞിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ അപ്പം തന്നെ ഫ്ലാഷായി. അതിനുശേഷം ബോളിവുഡിലൊക്കെ കുറേ സെലിബ്രിറ്റീസ് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇനി മിണ്ടിയാൽ പ്രശ്നമില്ല, ഇനി വായി തുറക്കാം എന്ന് ഭയന്ന് ഇരുന്നിട്ടുള്ള കുറേ ആൾക്കാർ. നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ്. മോഡി ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രം നിങ്ങളുടെ സപ്പോർട്ട് മുന്നിലോട്ടേക്ക് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേക പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പേളി 4 പേജുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് വായിച്ച് നോക്കാൻ പെട്ടെന്ന് തന്നെ. One last thing. This is how I feel today based on what I know today. If new facts emerge tomorrow, I will never be afraid to learn, reflect, and change my opinion. I don't see that as weakness, I see it as growth and responsibility. So please don't take anyone's opinion, including mine, as the absolute truth. Read, listen, ask questions, stay informed, think critically, and most importantly, make up your own mind. Let you be your own influencer. A strong nation is built by people who are informed, compassionate, and willing to listen before they judge. This is the India I will always hope for. Peace, love, and music to all. മ്യൂസിക് ടു ഓൾ അത്ര. ഇത് 4ാമത്തെ സംഭവമാണ്, 4ാമത്തെ സ്ലൈഡിലുള്ള സംഭവം. അവൾ ആദ്യത്തെ സംഭവം നമ്മൾ നോക്കാൻ വിട്ടുപോയി. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആദ്യത്തെ സംഭവം നോക്കണം. ആദ്യത്തെ സംഭവം കിട്ടിയിട്ടില്ല ഗൈസ്. ദ പാസ്റ്റ് few days have been painful and they have forced all of us to pause and reflect. We have witnessed the strength, unity, and determination of the young people of our country. വേറെ സംഭവമുണ്ട്, ഒരു സ്റ്റോറി, മുഖ്യ സ്റ്റോറി. I saw heartbreaking images of videos of clashes in which students and officers were hurt. That changed something in me. All I could think was, please don't get hurt, please stay safe in your life. In danger, go back. No cause is worth losing a life over. Every student is someone's child, someone's dream, and someone's entire world. Like so many others, I believe our students deserve an educational system that is transparent, fair, and gives every child a equal opportunities to succeed. They deserve to be heard and they deserve to feel while they expressing themselves peacefully. Every child is someone's dream, and it's like someone's dream to become something, right? And they deserve a genuine and a transparent examination for that. And when something bad occurs for that, they require a justified solution for that. So that is why they are demanding Pearly money. അത്രയേ ഉള്ളൂ. നമ്മുടെ ബിഗ് ബോസിലുള്ള സംഭവങ്ങളൊക്കെ ഓർമ്മ വരിക. യു മൈറ്റ് ബി പേർലി മാണി ബട്ട് ഐ ആം ഫ്രീക്കിംഗ് രഞ്ജിനി ഹരിദാസ്. അതൊക്കെ ഇപ്പോൾ എയറിലോട്ടേക്ക് ഒന്നും കൂടി വൈറലായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ പേളി പറയുന്നത്, നിങ്ങൾ വീട്ടിൽ പോയിക്കോ, അടി കൊള്ളണ്ട, പേടിക്കണ്ട,
ജീവനാപത്തിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ ഒരു മനോഭാവമാണെങ്കിൽ പല രാജ്യങ്ങൾക്കും ഇന്നും സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ പേളി മാണി മാമാ മിയ എന്നൊക്കെ പറഞ്ഞ മ്യൂസിക്കൊക്കെ ആയിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടായിരുന്നു. മൈ പോസ്റ്റ് ഷുഡ് ഹാവ് കം വിത്ത് എ ട്രിഗർ വാർണിംഗ്. ഐ ഗസ് ഇറ്റ് ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ അൺകംഫർട്ടബിൾ. ഇറ്റ് ഹാവ് ട്രിഗർഡ് സോ മെനി പീപ്പിൾ ദാറ്റ് ഐ വാണ്ട് പീസ്, സേഫ്റ്റി ആൻഡ് നോൺ വയലൻസ്. I wonder who these people are. A failed filmmaker now writing a 10-page script about my last 4-page post, adding chili powder and Ajinomoto make it unhealthy as possible. My favorite. Some are asking sarcastically if my 2 kids are safe now, reminding me that they are girls. Well, I know that they are girls. So blackmailing me to change my mind. You have to touch their mama bear. For that you are messing with the wrong person. You have to give me the freedom of speech. I already have it and now I'll use it. Not your usual puppet. I am Pearly Mani. And yes, my favorite color is saffron. I think love. Okay, അതൊക്കെ ആയിക്കോട്ടെ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും കാലം കളിച്ചിരിക്കുന്ന ഒരു ഡിപ്ലോമസി, ഒരു ലിബറൽ സ്റ്റാൻഡ്, ഇതൊക്കെ ഇവിടെ അഴിഞ്ഞു വീഴുകയാണ് പേളി മാണി. നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ഫിലിം മേക്കേഴ്സ് ഉണ്ട്. എനിക്കറിയില്ല ഇനി അവരൊക്കെ നിങ്ങളുടെ പോഡ്കാസ്റ്റിലും കാര്യങ്ങളിലൊക്കെ വന്നിരിക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. കാരണം നിങ്ങളുടെ മനോഭാവവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ടോവിനോ പോലെയുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ വന്നിരുന്ന് നല്ല വളിച്ച തമാശകൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പേഴ്സണലി നിങ്ങളുടെ ഒരു പോഡ്കാസ്റ്റും എൻജോയ് ചെയ്യുന്നതല്ല. പണ്ട് ബിഗ് ബോസിൻ്റെ സമയത്തോ മറ്റേ നിങ്ങളെ കണ്ടിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അതിന് മുന്നേ നിങ്ങൾ ഓരോ ടെലിവിഷൻ ഷോസിലൊക്കെ വന്ന സമയത്ത്, ബൈക്കൊക്കെ എടുത്ത് വന്ന സമയത്ത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഐ നെവർ എൻജോയ്ഡ് യുവർ പോഡ്കാസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് സോ മച്ച് ലെയിം. ഇറ്റ്സ് ഫിൽഡ് വിത്ത് സോ മച്ച് ലെയിം ബോറിങ് ജോക്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പേളി മാണിയുടെ അടുത്ത് പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് പേളി മാണിയുടെ നിറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെയാണ് നിലപാടുകൾ മാറുന്നത്, നിലപാടുകൾ ഉയർന്നു വരുന്നത്. സുരക്ഷിതമായി ഇരിക്കൂ, നിങ്ങൾ വീട്ടിൽ പോകൂ, ബാക്കിയുള്ളവർ ഒന്നും ചെയ്യാതിരിക്കൂ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കൂ എന്നൊക്കെയാണ് പേളി മാണി പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പേഴ്സണിനെ കുറിച്ച് ഇപ്പം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ട ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നോ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യൂ. വിൽ കം വിത്ത് അടുത്ത വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.